IB ഉദ്യോഗസ്ഥ മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ടെന്നാരോപിച്ച് പിതാവ് മധുസൂദനൻ രംഗത്ത്. ജോലി ചെയ്യുന്ന വിമാനത്താവളത്തിൽ നിന്ന് താമസ സ്ഥലത്തേക്ക് പോകുന്ന വഴി റെയിൽപാതയില്ലെന്നും എന്തിനങ്ങോട്ടേക്ക് പോയെന്ന കാര്യത്തിൽ സംശയമുണ്ടെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. ട്രെയിനിംഗ് സമയത്ത് IBയിലെ ഒരു ഉദ്യോഗസ്ഥരുമായി മേഘയ്ക്ക് സൗഹൃദമുണ്ടായിരുന്നു. ഇക്കാര്യം വീട്ടിൽ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു. ജോലി കിട്ടിയിട്ട് 13 മാസമേ ആയിട്ടുള്ളൂ. മേഘ അവസാനമായി ആരോടാണ് സംസാരിച്ചതെന്ന് അന്വേഷിക്കണമെന്ന് പിതാവ് പോലീസിനോട് ആവശ്യപ്പെട്ടു. മുറിയിൽ പോകുന്നുവെന്ന് പറഞ്ഞു പോയ മകൾ എങ്ങനെയാണ് റെയിൽവേ ട്രാക്കിൽ എത്തിയതെന്നും ഈ സമയത്ത് മകൾക്ക് വന്ന ഫോൺ കോൾ ആരുടേതായിരുന്നുവെന്നും പരിശോധിക്കണമെന്നും പിതാവ് ആവശ്യപ്പെട്ടു. സ്ഥിരം പോകുന്ന വഴി റെയിൽവേ ട്രാക്കില്ലെന്നും ഇത് മകളുടെ മരണത്തിൽ അസ്വാഭാവികതയുണ്ടാക്കുന്നുവെന്നും പിതാവ് ആരോപിച്ചു. 7 മണിയാകുമ്പോൾ ഷിഫ്റ്റ് കഴിയും. ഞാൻ റൂമിലേക്ക് പോവുകയാണ്. രാവിലെ കഴിക്കാൻ വേണ്ടി എന്തെങ്കിലും വാങ്ങിപ്പോകും എന്നാണ് പറഞ്ഞത്. പിന്നീട് 10 മണിയായപ്പോഴാണ് വിവരം കിട്ടുന്നത് ട്രെയിൻ അപകടം സംഭവിച്ചുവെന്ന്. അപ്പോഴാണ് സംശയം വരുന്നത്. റൂമിൽ പോകുന്ന വഴിക്ക് റെയിൽവേ ട്രാക്ക് ഇല്ല. അകലെയുള്ള റെയിൽവേ ട്രാക്കിൽ കൂടി പോകണമെങ്കിൽ ആ സമയത്ത് ആരെങ്കിലും വിളിച്ചിട്ടുണ്ടാകണം. സ്ഥിരം പോകുന്ന റൂട്ടിൽ റെയിൽവേ ട്രാക്ക് ഇല്ല. അതുകൊണ്ട് തന്നെ സംശയം തോന്നി. റൂമിൽ പോകുന്നുവെന്ന് പറഞ്ഞ ശേഷമാണ് അവൾ റൂട്ട് മാറ്റിയത്. ചാനലിൽ പറഞ്ഞു കേട്ടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് പോയതെന്ന്. മൊബൈൽ ഫോൺ ഒക്കെ പരിശോധിച്ച് എന്തെങ്കിലും അസ്വാഭാവികമായി നടന്നിട്ടുണ്ടോ എന്ന് കണ്ടെത്തണമെന്നും പിതാവ് പറഞ്ഞു. ജോധ്പൂരിൽ ട്രെയിനിങ്ങിന് പോയപ്പോൾ അവിടെ വെച്ച ഒരു കുട്ടിയുമായി സൗഹൃദമുണ്ടായിരുന്നുവെന്ന് മകൾ പറഞ്ഞിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. IBയിലെ ഉദ്യോഗസ്ഥരായ മലപ്പുറം സ്വദേശിയുമായി പെൺകുട്ടി പ്രണയത്തിലായിരുന്നുവെന്ന് ബന്ധുക്കൾ നേരത്തെ പറഞ്ഞു. ഈ ബന്ധത്തെക്കുറിച്ച് മേഘ വീട്ടുകാരോട് പറഞ്ഞിരുന്നു. ആദ്യം വീട്ടുകാർ എതിർത്തെങ്കിലും പിന്നീട് സമ്മതിച്ചുവെന്നും ബന്ധുക്കൾ വ്യക്തമാക്കുകയായിരുന്നു. എന്നാൽ പിന്നീട് IB ഉദ്യോഗസ്ഥൻ ബന്ധത്തിൽ നിന്ന് പിന്മാറിയതായും പറയപ്പെടുന്നു. കുറച്ചു കാലമായി മാനസിക വിഷമത്തിലായിരുന്നു മേഘയെന്നാണ് ലഭിക്കുന്ന വിവരം. മാതാപിതാക്കളുടെ ഏക മകളാണ് മേഘ. പത്തനംതിട്ട അതിരുങ്കൽ കാരക്കാക്കുഴി പൂഴിക്കാട് വീട്ടിൽ റിട്ടയർഡ് ഗവൺമെന്റ് IT പ്രിൻസിപ്പൽ മധുസൂദനന്റെയും പാലക്കാട് കളക്ടർ ജീവനക്കാരി നിഷയുടെയും ഏക മകൾ മേഘയെ ഇന്നലെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത്. ഫോണിൽ സംസാരിച്ച് ട്രാക്കിലൂടെ നടക്കുകയായിരുന്ന മേഘ ട്രെയിൻ വരുന്നത് കണ്ട് പെട്ടെന്ന് ട്രാക്കിന് കുറുകെ തലവെച്ച് കിടക്കുകയായിരുന്നു എന്നാണ് ലോക്കോ പൈലറ്റ് നൽകിയ വിവരം. സംഭവ സമയം ആരോടാണ് ഫോണിൽ സംസാരിച്ചതെന്ന് പോലീസ് പ്രധാനമായും പരിശോധിക്കുന്നുണ്ട്. മേഘയുമായി അടുത്ത ബന്ധമുള്ള ആളായിരുന്നു ഫോണിലെന്ന സൂചനകളുമുണ്ട്. ഇക്കാര്യം പോലീസിന് വ്യക്തമായിട്ടുണ്ട്. ട്രെയിൻ തട്ടി ഫോൺ പൂർണ്ണമായും തകർന്നതിനാൽ സൈബർ പോലീസിന്റെ സഹായത്തോടെ വിവരങ്ങൾ ശേഖരിക്കാനാണ് നീക്കം. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി. സംസ്കാരം ഇന്ന് രാവിലെ 11-ന് വീട്ടുവളപ്പിൽ നടന്നു. ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തിയാക്കിയ മേഘ 1 വർഷം മുമ്പാണ് എമിഗ്രേഷൻ IBയിൽ ജോലിയിൽ പ്രവേശിക്കുന്നത്. കാരിക്കാക്കുഴി ക്ഷേത്രത്തിലെ ഉത്സവത്തിൽ പങ്കെടുക്കാൻ 1 മാസം മുമ്പാണ് അവസാനമായി മേഘ നാട്ടിലെത്തുന്നത്. പേട്ടയ്ക്കും ചാക്കയ്ക്കും ഇടയിലെ ട്രാക്കിൽ ഇന്നലെ രാവിലെ 9:15-നാണ് മൃതദേഹം കണ്ടെത്തുന്നത്. നാട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് പേട്ട പോലീസ് എത്തി നടത്തിയ പരിശോധനയിൽ മൃതദേഹത്തിന് സമീപത്ത് നിന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷന്റെ ID കാർഡ് കണ്ടെത്തിയതിനെ തുടർന്നാണ് ആളെ തിരിച്ചറിഞ്ഞത്. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ഇന്നലെ രാവിലെ വിമാനത്താവളത്തിൽ നിന്നിറങ്ങിയതായിരുന്നു മേഘ. തിരുവനന്തപുരത്തേക്ക് വരികയായിരുന്ന ജയന്തി ജനത എക്സ്പ്രസ് ആണ് ഇടിച്ചത്. മേഘയുടെ മരണത്തിന്റെ നടുക്കത്തിലാണ് IBയിലെ സഹപ്രവർത്തകരും സുഹൃത്തുക്കളും. ന്യൂസ് ഡെസ്ക് കേരള കൗമുദി.